നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് കേട്ടോ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്ന ഏരിയയിലൊക്കെ ഉള്ളത്. ഇവിടെ ഇങ്ങനെയായിട്ടാണ് കവാടം വരുന്നത്. ഈ കാണുന്നത് കരുണാനിധിയുടെ കല്ലറ ഇരിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ അണ്ണ എന്ന് പറയുന്ന കല്ലറയും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ 2 വ്യക്തികളുടെ കല്ലറ ഇരിക്കുന്ന ഒരു കവാടമാണ്. ഇതിലേക്ക് കയറേണ്ട എൻട്രി ഇവിടെയും ഇറങ്ങേണ്ട എൻട്രി അവിടെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറി ചെന്നാൽ ഇതുപോലത്തെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ വരുന്നത്. ആനക്കൊമ്പിനൊക്കെ മാതൃകയാക്കിയിട്ടുള്ള കവാടങ്ങൾ കാര്യങ്ങൾ. എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് അണ്ണ കരുണാനിധി എന്നീ 2 ആളുകളുടെ കല്ലറയാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് കണ്ടല്ലോ. നേരത്തെ നമ്മൾ കണ്ട പോലെ ജയലളിതൻ്റെ കവാടത്തിലും ഒന്നും കൂടിയും അല്ലെങ്കിൽ ജയലളിതയുടെ ആ ഒരു കല്ലറയിലും വലുതാണെന്ന് വേണമെങ്കിൽ പറയട്ടോ. ഇത് വരുന്നിടത്തായിട്ട് ഇതുപോലത്തെ ഒരു പ്രതിമയും ആ സൈഡിൽ അതുപോലത്തെ ഒരു പ്രതിമയും ഉണ്ട് കേട്ടോ. പിന്നീട് നോക്കുമ്പോൾ കാണുന്ന ഒരു ഔട്ടർ ലുക്ക് ഇങ്ങനെയാണ്. നമ്മൾ ജയലളിത MGR എന്നീ ആളുകളുടെ കല്ലറയിലേക്ക് പോയില്ലേ, അതിലും വലുതായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെയും 2 ഏരിയകളുണ്ട്. 2 ഏരിയ കൂടെ നമുക്ക് കടക്കാനും ഇറങ്ങാനായിട്ടുള്ള ഏരിയ ഉണ്ടാ. ഈ ഒരു ഏരിയയിലൂടെ ഉണ്ടാ കയറി പോകുന്നത്. ഇന്ന് ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ ഗ്രിപ്പില്ലാത്ത ടൈലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഈ ഏരിയയിൽ ഇതുപോലത്തെ 2 മരങ്ങളുണ്ട്. അത്യാവശ്യം പുല്ലുകൾ വിരിച്ചിട്ടുള്ള ഒരു പരവതാനി ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ സ്റ്റാർട്ടിങ്ങിലായിട്ട് 4 കവാടങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഫസ്റ്റായിട്ട് അണ്ണാ മ്യൂസിയം എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നീട് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകാം. പിന്നീട് അങ്ങനെ റൗണ്ട് അടിച്ച് വരട്ടോ. നമ്മൾ അണ്ണാ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. മഴ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എല്ലാവരും ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ടാട്ടോ കയറുന്നത്. ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു സ്ട്രെച്ചിങ് ആണ് കേട്ടോ. അണ്ണയെ പറ്റിയിട്ടുള്ള ഒരുപാട് വിവരണങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ മൂപ്പര ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കുറിപ്പുകളുണ്ട് കേട്ടോ. ഈ ഏരിയയിലൊക്കെ മൂപ്പര് സഞ്ചരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മൂപ്പര് ചെയ്തിരുന്ന ഓരോ പ്രവർത്തനങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ബോർഡുകൾ കാര്യങ്ങൾ പിക്ചറുകൾ ഇതൊക്കെയാണ് കേട്ടോ. മൂപ്പര് എഴുതിയിട്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചില്ലുകൂടുണ്ട് കേട്ടോ. മരണശേഷം അടക്കം ചെയ്യുന്ന ദിനത്തിൽ വന്ന ആളുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും ജനവാലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏരിയയിൽ മൂപ്പർക്ക് കിട്ടിയിട്ടായിട്ടുള്ള ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മൂപ്പര് രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂപ്പര് അവസാന നാളുകളെ പറ്റിയിട്ട് മരിച്ചതിന് ശേഷമുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. അവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റിട്ടേൺ ഇത് കൂടെ തന്നെ അങ്ങനെ കയറി പോട്ടാം. വീടുകളിലും പാർക്കിനൊക്കെ മാതൃകയായിട്ടുള്ള രീതിയിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഇരിക്കാനായിട്ടുള്ള ഒരുപാട് സ്പേസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര ആളുകൾ വന്നാലും ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഒരു ഏരിയയിൽ നിന്നുള്ള ഒരു ലുക്കാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു എൻട്രൻസ് ആട്ടെ നമുക്ക് കിട്ടുക. 2 സൈഡിലും കവാടങ്ങളാണ്. അതായത് മേൽക്കൂരുള്ള കവാടങ്ങളാണ് കേട്ടോ. മഴ പെയ്താൽ തന്നെ നമുക്ക് മാറി നിൽക്കാനൊക്കെ ആയിട്ടുള്ള ഗ്യാപ്പുകളുണ്ട്. നമുക്ക് ഫസ്റ്റായിട്ട് കിട്ടുക അണ്ണ എന്ന് പറയുന്ന ആളെ കല്ലറയാണ് കേട്ടോ. കല്ലറിൻ്റെ ചുറ്റുപാടുകളാണ് ഈ കാണുന്നത്. കല്ലറക്കുള്ളിലാണ് മൂപ്പര് അടക്കം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട്. നമ്മൾ പോകുന്ന കല്ലറ കരുണാനിധിയുടെ കല്ലറയാണ് കേട്ടോ. അതിന് മുന്നിലായിട്ട് മൂപ്പരൊരു രൂപം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എടുക്കുന്നത്. എല്ലാം മേളിൽ നിന്ന് മഴ പെയ്താലും വെയിൽ വന്നാലൊക്കെ താഴത്തേക്ക് വരുന്ന രൂപത്തിലാണ് കേട്ടോ. അവിടുത്തെ ഡിസൈന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക തരം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം മാർബിളുകൾ പതിച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും മാർബിൾ പതിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിങ് ഒക്കെ ഒരു ഭംഗിയായിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ സ്റ്റെപ്പുകൾ താണ്ടിട്ട് വേണം നമുക്ക് ആ കല്ലറിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് കേട്ടോ. ഇതുപോലെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള മേൽക്കൂര കാര്യങ്ങളൊക്കെ. ഇതാണ് കരുണാനിധിയുടെ കല്ലറ കേട്ടോ. ഇവിടെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് കേട്ടോ എഴുത്ത് കാര്യങ്ങളൊക്കെ. മറ്റുള്ള കല്ലറകളിലൊക്കെ തമിഴ് മാത്രമേ ഉള്ളൂ.
ആ കാണുന്നൊരു വ്യക്തിയാണ് കേട്ടോ കരുണാനിധി. വ്യക്തി 1924 മുതൽ 2018 വരെ ജീവിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രൂപം മാർബിളിൽ കൊത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. പല രീതിയിലുള്ള കല്ലുകൾ കൊണ്ട് കൊത്തി വെച്ചിരിക്കുകയാണ് വൈറ്റ് മാർബിളിൽ. ഇതിലേക്ക് വരുമ്പോൾ അതുപോലെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കല്ലറയുടെ ബാക്ക് ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കാണുന്ന ഏരിയക്ക് കയറുമ്പോൾ ഒരുപാട് ഗാർഡൻസുമാരൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം മാർബിളിൽ കൊത്തുപണികൾ എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണെന്നുള്ളതാണ്. ഇതെല്ലാം ഫ്രണ്ടേജിലേക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും. ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഈ ഒരു രൂപത്തിലാണ്. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ബസ് വേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇത്രേ ഗ്യാപ്പുള്ളൂ. സൂചി കുത്താൻ ഗ്യാപ്പില്ല എന്ന് പറഞ്ഞ പോലെ കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് ഈ ഏരിയയിലൊക്കെ. ഇതുപോലത്തെ സ്ട്രീറ്റ് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഐസ്ക്രീം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കച്ചവടങ്ങളുണ്ട് കേട്ടോ.